പിന്നെ യേശുവിനെ വിളിക്കുന്നു. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റേജ് മറിയത് അവിടെ എവിടെയും പോയി ചോദിച്ചു നോക്കി. അവിടെ പോയിട്ടാണ് അത് ചോദിച്ചത്. ഇവിടെ ചോദിക്കലേതാ മുഹയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ, അതിനുള്ള ആയത്തോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ഒരാള് യേശു ക്രിസ്തുവിനെ ദിവ്യത്വം കൽപ്പിക്കാതെ, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ, ഞങ്ങൾ യഹോവയാണ് പരബ്രഹ്മം അല്ലെങ്കിൽ യഹോവയാണ് സാക്ഷാൽ ദൈവം, അള്ളാഹുവാണ് ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈസാ നബിയെ കാക്കണേ, മറിയം ബീവിയെ കുട്ടികളെ തരണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ വിളിച്ചാൽ അത് ശിർക്കല്ല എന്നതിന് ഒരു ആയത്തോ ഹദീസോ ഉദ്ധരിക്കാൻ പറ്റും? അത് ശിർക്കാണോ അല്ലേ എന്നുള്ളത് ഇവിടെ പറയേണ്ടതില്ല. ഞങ്ങൾ മുസ്ലിമീങ്ങള് യഹോവനെ അല്ല പിന്നെ യേശുവിനെയോ മറിയമിനെയും വിളിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ മുഹയ്യദ്ദീൻ ശേഖിനെയും ബദരീങ്ങളെയും വിളിക്കുന്ന ആളാണ്. അതിനുള്ള ആയത്തുണ്ടെങ്കിൽ ചോദിച്ചോളി, അത് ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ യഹോവനെ അല്ല പിന്നെ യേശുവിനെ വിളിക്കുന്നു, അതിന് ഞങ്ങൾ അത് നിങ്ങൾക്ക് സ്റ്റേജ് മറിയത് അവിടെ എവിടെയും പോയി ചോദിച്ചു നോക്കി. അവിടെ പോയിട്ടാണ് അത് ചോദിച്ചത്. ഇവിടെ ചോദിക്കലേതാ മുഹയ്യദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ, അതിനുള്ള ആയത്തോ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നതിന് ഒരു ആയത്ത് ഉദ്ധരിക്കാമോ? അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അത് ശിർക്കല്ലാത്തതുപോലെ തന്നെയാണ് ഏത് നബിമാരെ വിളിച്ചാലും അത് ശിർക്കല്ല. അതൊരു ഈസാ നബിനെ മാത്രം പിടിച്ച് അങ്ങനെ അതിൽ കടന്ന് കെട്ടിത്തിരിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാരൊക്കെയും എന്താണ്? ദൈവമല്ല, ദൈവ അവതാരമല്ല, ദിവ്യത്വമില്ല, ദൈവപുത്രനല്ല, പിന്നെന്താണ്? അഅ്ബുദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് വിളിക്കുകയാണോ? അത് ശിർക്കല്ല, അത് ഇബാദത്തല്ല. അതിന് തെളിവെന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന ആയത്ത് തന്നെയാണ് അതിന് തെളിവ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ എന്നുള്ള ഈ ആയത്തിന്റെ ബേസിൽ ഈസാ നബിയെ സഹായിക്കണേ, ഈസാ നബിയെ എൻ്റെ വള്ളപ്പാണ്ട് മാറ്റിത്തരണേ, ഈസാ നബിയെ കണ്ണിന് കാഴ്ച നൽകണേ എന്ന് ദിവ്യത്വം കൽപ്പിക്കാതെ, യാതൊരു ദിവ്യത്വവും കൽപ്പിക്കാതെ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നതിന് എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഖുർആനിന്റെ ആയത്തായിട്ട് തെളിവുള്ളത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്ന ആയത്താണ് അതിന്റെ തെളിവ്. ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവരിൽ ഞാൻ യാതൊരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കണം നബിയെ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിന് തെളിവല്ല, ശിർക്കല്ല എന്ന് പറയാൻ തെളിവാകുക സർ? നിങ്ങളുടെ ആ പദത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ദുർവ്യാഖ്യാന അർത്ഥം കൊണ്ടാണ്. ഖുൽ ഇന്നമാ അദ്ഉ, ഞാൻ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കുകയുള്ളൂ. അർത്ഥം അങ്ങനെ വെക്കി, ശരിയായ അർത്ഥം വെക്കി, അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന് മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഇബാദത്ത് എടുക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഒരാളോടും ഞാൻ ആ റബ്ബിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ പങ്കു ചേർക്കുകയില്ല. ഇതാണ് ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം. നിങ്ങളത് ദുരുപയോഗപ്പെടുത്താനും ദുർവ്യാഖ്യാനിക്കാനും ശ്രമിക്കുകയാണ്, അനുവദിക്കൂല. ആ റബ്ബിന്റെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ എന്റെ റബ്ബിനോട് കൂടെ മറ്റൊരാളെയും ഞാൻ പങ്കു ചേർക്കില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാകുന്നു. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവർക്കും തിരിയല്ലോ. കാരണം ഇബാദത്ത് യേശുവിന് അല്ല ഈസാ നബിക്ക് നൽകുന്നില്ല, ഇബാദത്ത് മൂസാ നബിക്ക് നൽകുന്നില്ല, ഇബാദത്ത് നൂഹ് നബിക്ക് നൽകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ശിർക്കുമല്ല. ഇതാർക്കും ആർക്കാ വ്യക്തമാവാത്തത്, ഇതാർക്കാ മനസ്സിലാകാത്തത്? നിങ്ങളിങ്ങനെ ഒരു വിളിച്ചു പ്രാർത്ഥന കടന്ന് ആ കെട്ടിത്തിരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഒരു എക്കച്ചങ്ക വരുന്നത്. ആ അർത്ഥം ശരിക്കാൻ വെച്ചാൽ ഒരു പ്രശ്നം വരൂല. കൊടുക്കും മൂപ്പർ പറയട്ടെ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, എന്റെ അടിമക്ക് അള്ളാഹു പോരെന്ന്. ഈ അള്ളാഹു പോരെ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഞാൻ ഈസാ നബിയെ എൻ്റെ വള്ളപ്പാട് മാറ്റി തരണേ, എനിക്ക് മഴ വർഷിപ്പിച്ചു തരണേ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ച വർദ്ധിപ്പിച്ചു തരണേ എന്ന് ചോദിച്ചാൽ ഇലാഹാക്കാതെ, യാതൊരു ദിവ്യത്വവും കൽപ്പിക്കാതെ അത് എങ്ങനെയാണ് നിങ്ങൾ ശിർക്കല്ല എന്ന് പറയുന്നത്? അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നബിയെ തങ്ങൾക്ക് അല്ലാഹു മതി, മുഅ്മിനീങ്ങളും മതി. അല്ലാഹു മാത്രം മതി എന്ന് മാത്രമല്ല ഖുർആനിലുള്ളത്, ഇങ്ങനെയുണ്ട്. നിങ്ങൾ അത് മാത്രം ഒരു ഭാഗം മാത്രം നോക്കല്ലേ. ഹസ്ബുകല്ലാഹു, നബിയെ തങ്ങൾക്ക് അല്ലാഹു മതി, വമൻ
വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് മുഅ്മിനീങ്ങളും മതി. അപ്പൊ അള്ളാഹു മാത്രം പോരാ, മുഅ്മിനീങ്ങളും കൂടി വേണം എന്നാണ് അള്ളാഹു പറയുന്നത്. അതൊന്നും സഹോദര ഈ തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡമായി നിങ്ങൾ കരുതല്ലി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നും പറഞ്ഞ് ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുക. ആകെ ആ ആയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പുറത്തുള്ള ഈ ആയത്ത് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ഹസ്ബുക അല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് മതി. പോരാട്ടോ, അല്ലാഹു തന്നെയാണ് പറയുന്നത്. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അല്ലാഹു മാത്രം പോരാ, മുഅ്മിനീങ്ങളും വേണം. അപ്പൊ ഈ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് പറഞ്ഞ ആയത്തിനെതിരാവോ ഈ ആയത്ത്? ഒന്ന് പറയും. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്താ ഇതിന്റെ അർത്ഥം? ഇത്തിബാ ചെയ്യുക, പിൻപറ്റുക, മുഅ്മിനീങ്ങളെ പിൻപറ്റുക. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ല, അതിന്റെ അർത്ഥം നോക്കി. ആയത്തിന്റെ അർത്ഥം അർത്ഥം വെക്കണം. ഇത്തിബാ ചെയ്യാന്നല്ല, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായി. കാരണം അല്ലാഹു തആല നിങ്ങൾക്ക് മതി, പിന്നെ ആരും വാവർഫ് അഅ്തിഫ് എന്ന് പറയും, ആയത്തിഫ് എന്ന് പറയും. ഇതിനെ അഅ്തിഫ് ചെയ്യാൻ മറ്റുള്ള മുമ്പിലേക്ക്. ഹസ്ബുക, തങ്ങൾക്ക് മതിയായവനാണ് അല്ലാഹു, അല്ലാഹു മതിയായവനാ. പിന്നെ ആരും മൻ, ഒരുത്തരും തങ്ങൾക്ക് മതി. ആരാണ് ഒരുത്തര്? ഇത്തബഅക, നിങ്ങളെ പിൻപറ്റിയ ആളുകളും അവരും നിങ്ങൾക്ക് മതി. അപ്പൊ ആര് മാത്രമല്ല? അല്ലാഹു മാത്രമല്ല, തങ്ങളെ പിൻപറ്റിയ ആളുകളും തങ്ങൾക്ക് മതി. ഇത് രണ്ടും ഖുർആനിലുണ്ട്. നിങ്ങളാകെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഇങ്ങനെ ആയത്തുണ്ട്. അപ്പൊ ആ ആയത്തോട് നിങ്ങൾ ഉദ്ദേശിച്ചത് നടക്കൂല എന്നപ്പോ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്താന്ന് ചോദിച്ചാൽ, ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കുമ്പോഴാണ് അത് ശിർക്ക് വരിക. ഞാൻ പറയുന്നതല്ലോ, ശ്രദ്ധിച്ചോളി. ദിവ്യത്വം ഇല്ലാതെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവ അവതാരമാണെന്നോ ഉള്ള വിശ്വാസമില്ലാതെ, അത് ഈസാ നബിനെ വിളിച്ചാലും മൂസാ നബിനെ വിളിച്ചാലും, അത് നിങ്ങൾ ലോകത്തിലെ നോഹ നബിനെ വിളിച്ചാലും, എല്ലാ നബിമാരെ വിളിച്ചാലും വിധി അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും അതിനില്ല. അതിൽ ഈസാ നബിക്ക് മാത്രം ഒരു പ്രത്യേകം അങ്ങനല്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ വാദത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല എന്ന് നിങ്ങൾ പ്രത്യേകമായി ഓർമ്മിക്കും. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ എന്നുള്ള ഈ ആയത്ത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഇവിടെ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഈ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹു സഹായിക്കുന്ന ഒരു കാര്യം, അള്ളാഹു വെള്ളപ്പാട്ട് മാറ്റുന്നു, അള്ളാഹു മഴ വർഷിപ്പിച്ചു തരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നൊരു മുഅ്മിൻ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടമല്ലേ? ഈസാ നബിയെ മഴ വർഷിപ്പിക്കണേ, ഈസാ നബിയെ എന്റെ വെള്ളപ്പാട്ട് മാറ്റണേ, മമ്പുറം തങ്ങളെ എന്നെ സഹായിക്കണേ, മുഹ്യദ്ദീൻ ഷേഖെ എന്നെ രക്ഷിക്കണേ എന്ന് ചോദിക്കുന്നത്, അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? ഇപ്പൊ നല്ലൊരു ചോദ്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ 2-3-4 ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓരോന്നിനെ മറുപടി പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ മറുപടി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തണം, വീണ്ടും ചോദിക്കണം. കാരണം ഒന്നിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് അരോസായി. ഒരു ചോദ്യം ഒരു ഉത്തരം, ഒരു ചോദ്യം ഒരു ഉത്തരം, നല്ല രസം കിട്ടും. അത് നിങ്ങൾക്കും പഠിക്കാൻ കഴിയും, ആളുകൾക്കും പഠിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇരിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ എന്ന് പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ആ ഉശ്രികു എന്ന ശിർക്ക് ചെയ്യല് എന്താണ് എന്നാണ്. നല്ല ചോദ്യമാണ്. അങ്ങനെ അത് ശരിക്കും മനസ്സിലാക്കിയണ്ടല്ലോ, കാര്യങ്ങൾ പെട്ടെന്ന് തിരിയും. എന്താണ് ശിർക്ക് എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ ഒരു താല്പര്യം. ഞാൻ മറുപടി പറയാ. വലാ ഉശ്രികു ബിഹി, എന്റെ റബ്ബിനോട് ഞാൻ പങ്കു ചേർക്കുകയില്ല. ബിഹി പിന്നെ അഹദൻ, ഒരാളെയും പങ്കു ചേർക്കൂല എന്ന് പറഞ്ഞാല് ഇബാദത്ത് എന്ന ആരാധന അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ, അത് മറ്റൊരാൾക്കും ഞാൻ നൽകൂല. ആ ഇബാദത്ത്, അതായത് ആരാധന, അതായത് നേരത്തെ അൽമനാറ് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ, അതായത് നേരത്തെ അൽമനാറ് പറഞ്ഞത്, അത് അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയുടെ മുമ്പിൽ സമർപ്പിച്ചാൽ അതിനാണ് ശിർക്ക് വെക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്താ ചോദിക്കണം? നല്ല ചോദ്യം, നല്ല മറുപടിയായി. ശിർക്ക് വെക്കുക എന്നാണ് എന്താന്ന് ഞാൻ മനസ്സിലാക്കി തന്നു. ഇനി എന്താ അതിനെ പറ്റി പറയാനുള്ള വെച്ചാ ഒന്ന് പറഞ്ഞാണ്. നല്ല ആശയം, നല്ല ചോദ്യം. ശിർക്ക് വെക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്,
ഇപ്പൊ നമ്മളൊരു ശരീക്കത്ത് എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണല്ലോ അർത്ഥം. അതെ, അതിൽ പല പാർട്ട്നേഴ്സ് ഉണ്ടാകും. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹു നൽകുന്ന എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുക, അതാണ് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകളോട്, അവരോട് ആകാശത്ത് നിന്ന് ആരാണ് മഴ വർഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. എന്നാൽ അതിന്റെ കൂടെ തന്നെ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. അതെ, അതിപ്പോ നമ്മളൊരു കമ്മട്ട പറച്ചിലാണ്. അങ്ങനെ പണ്ട് പഠിച്ച ആയത്തോ അത് ഇവിടെ നടക്കൂല. നമ്മളെ പണ്ട് പഠിച്ച നോട്ടുണ്ടല്ലോ, അതിലെല്ലാം എന്റെ ചോദ്യത്തിലുള്ളൂ ചോദ്യം. ഇപ്പൊ ഈ പറഞ്ഞത് മക്കത്തെ മുസ്ലിങ്ങളിലേക്ക് എത്തി. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ മക്കാ മുസ്ലിങ്ങളെ പറ്റി ചോദിക്കുക പറഞ്ഞാൽ. കാരണം അത് പല മുജാഹിദിനാർക്കും തിരിഞ്ഞിട്ട് ഞാൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ നമ്മളതല്ല അല്ല, ഞാൻ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, വല ഉശ്രികു ബിഹി അഹദ എന്ന് പറഞ്ഞ ഈ ശിർക്ക് എന്താണ്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. എല്ലാ മുഫസ്സിറുകളും പറഞ്ഞു, കണ്ടോ, ഇന്നമാ അഅ്ബുദു റബ്ബി, എന്റെ റബ്ബിന് ഞാൻ ഇബാദത്ത് എടുക്കും, ആരാധന റബ്ബിന് മാത്രമേ എടുക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, എന്റെ റബ്ബിനോട് കൂടെ മറ്റൊരാളെയും ആരാധനയുടെ വിഷയത്തിൽ ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കുള്ളൂ. അത് സുന്നികളായ ഞങ്ങളും അങ്ങനെ തന്നെ ഉള്ളു സുഹൃത്തെ. അതാ ഞങ്ങൾ ഈ പറയുന്നത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഇബാദത്ത് എപ്പോഴാ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, അൽമനാര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ പുസ്തകം പറഞ്ഞിട്ടുണ്ട്, വിചിന്തനം പറഞ്ഞിട്ടുണ്ട്, ഷബാബ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡസൻ പ്രസിദ്ധീകരണം എന്റെ കയ്യിലുണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ദിവ്യത്വം ചാർത്തിക്കൊണ്ട്, ദൈവീകത ചാർത്തിക്കൊണ്ടും വിശ്വസിച്ചു കൊണ്ടുമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, വിശ്വസിക്കുന്നതെങ്കിൽ അതാണ് ആരാധന. ഈ ആരാധന അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വളരെ ക്ലിയർ ആണ് അതിന്റെ അർത്ഥം. അപ്പൊ അതനുസരിച്ച് ഞാൻ പറയുന്നു, ഞങ്ങൾ പറയുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് ഞങ്ങളാരും ആരാധന സമർപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല, ഞങ്ങൾ മുശ്രിക്കുകളല്ല, ഞങ്ങൾ കാഫിരീങ്ങളല്ല. ഞങ്ങളെ പറ്റി കാഫിർ, മുശ്രിക്ക്, അബൂജഹലിനെ പോലെ നിങ്ങൾ പറയല്ലേ, ഞങ്ങൾ മുർത്തദ്ദുകളാണ് നിങ്ങൾ പറയല്ലേ, ഞങ്ങൾ ഫുൾ ടൈം മുശ്രിക്കുകളാണ് നിങ്ങൾ പറയല്ലേ. ഇതേ ഞങ്ങൾ പറയുന്നുള്ളേ. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നും ഇല്ല. എന്താ പറഞ്ഞതിന്റെ ആകത്തുക? നിങ്ങൾ ഓതിയ ആയത്ത് റെഡിയാണ്. ആ ആയത്തിന്റെ തഫ്സീറും ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തഫ്സീർ വേണോ? ഞാൻ ഡസൻ കണക്കിന് തഫ്സീർ ഓരോന്ന് വായിച്ചു തരും ചെയ്യാം. ഇനി നിങ്ങൾ ചോദിച്ചോളൂ. ഇവിടെ അലവി സഖാഫിന്റെ ഒരു വാദം പൊളിയുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 64-ാമത്തെ വചനം. ഞാൻ ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത്, അതായത് ദിവ്യത്വം കൽപ്പിക്കാതെ ചോദിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യത്തിന്, യാ അയ്യുഹൻ നബിയു ഹസ്ബുകല്ലാ, ഓ നബിയെ ഹസ്ബുകല്ലാ, താങ്കൾക്കല്ല മതി, വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ, അവനിലാണ് ഞങ്ങൾ പരമേൽപ്പിക്കുന്നത്. അപ്പൊ ഈ ആയത്തിനെയാണ് അള്ളാഹു അല്ലാത്ത ഈസാ നബിയെ കാക്കണേ, അല്ലെങ്കിൽ ഈസാ നബിയെ എന്റെ പ്രയാസം നീക്കിത്തരണേ, ഈസാ നബിയെ എന്റെ വെള്ളപ്പാണ്ട് മാറ്റിത്തരണേ എന്നുള്ള ചോദ്യത്തിന് വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്നുള്ള താങ്കളുടെ വാദം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. പൊളിഞ്ഞിട്ടില്ല പടച്ചോനെ, ഞാൻ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് പൊളിയില്ല, നിങ്ങൾ കരുതിയ മാതിരിയല്ല. ഞാൻ ആ ആയത്ത് ഓതിയത് എന്തിനാന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിലെ പിഴവാണ്. അതങ്ങനെ ആ ഒരു ദുർബല ആ ഹൃദയത്തിന്റെ ഉടമകളാകുമ്പോൾ അതങ്ങനെ ഗ്രാഹ്യശക്തി കുറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരും. ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ആ ആയത്ത് സുഹൃത്തെ ഇങ്ങോട്ട് നോക്ക്. ആ ആയത്ത് ഞാൻ ഓതിയത് നിങ്ങൾ അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു എന്ന ആയത്ത് ഓതിയപ്പോ ആ ഖുർആനിൽ അങ്ങനെയല്ല, അങ്ങനെയുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതിനായത്ത് ദിവ്യത്വത്തിന് ഓതിയ ആയത്തല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളിപ്പോ അതിന് വായിച്ച ഒരർത്ഥമുണ്ട്. എന്താ, അല്ലെ നിങ്ങൾ ആരോ മെസ്സേജ് ചെയ്ത് തന്നാണ്, ഞാൻ ഓരോ കുറ്റപ്പെടുത്തിട്ടില്ല. ഹസ്ബുക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് മതി, അള്ളാഹു നിങ്ങളോട് പിൻപറ്റിയവർക്കും അള്ളാഹു മദീൻ. അത് നിങ്ങൾ പറഞ്ഞ ഒരു അർത്ഥാണ്. ഞാൻ ഈ പറഞ്ഞ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വമൻ എന്നത് 2 സ്ഥലത്തേക്ക് അത്തുഫ. നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ല, അതൊക്കെ രണ്ടും പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ പറഞ്ഞ അർത്ഥവും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ അർത്ഥവും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തഫ്സീറായ തഫ്സീർ എടുത്തു നോക്ക്, അതിലുണ്ട്. ആ വമൻ എന്നത് എങ്ങോട്ടാണ് അത്തുഫ്? നിങ്ങൾ പറഞ്ഞൊരു അർത്ഥം ഉണ്ടാവും, ഞാൻ കുറ്റപ്പെടുത്തലൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ അർത്ഥം മുഫസ്സിർ
മുഫസ്സിറുകൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥം ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അലവി സഖാഫിന്റെ വാദം പൊളിഞ്ഞു. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിന്റെ അടിയിലുള്ള ആ നോക്കിയുള്ള താല്പര്യം അപ്പൊ അങ്ങനൊന്നും പറയണ്ട. നമ്മൾ അവർക്കൊന്നും എത്തിയില്ല, ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കൊന്നും പൊളിയാറായിട്ടില്ല. പൊളിയാണെങ്കിൽ എത്ര കഴിയണം. അപ്പൊ അതുകൊണ്ട് ആ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ദിവ്യത്വത്തിന് ഓതിയ ആയത്തല്ല അത്. ഞാൻ തീർത്തും പേർത്തും പറയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ അങ്ങനെ മാത്രമല്ല കേട്ടോ ആയത്തില് ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഹസ്ബുക്കല്ലാഹ് ഇങ്ങനെയുണ്ട് എന്ന് അതിന് നിങ്ങളാ പറഞ്ഞതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞതാണ്. ദിവ്യത്വത്തിന് ഓതിയ ആയത്തല്ല. അതുകൊണ്ട് അലവി സഖാഫി പറഞ്ഞത് പൊളിഞ്ഞിട്ടും ഇല്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഈ വാഗ്വിലാസം ഞാനും പറയണ്ട നിങ്ങളും പറയണ്ട. നമ്മൾ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ അറിയോ? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഓതിയ ആയത്ത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന പോയിന്റ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പാടില്ല. അത് നിങ്ങളും യോജിപ്പുണ്ട്, ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് ഈ ആയത്ത് എങ്ങനെ ഞങ്ങൾക്ക് എതിരാകുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം. അവിടെ നിന്ന് സംസാരിക്കുക. വേറെ അപ്പോഴത്തെ മക്കാ മുശ്രിക്കന്മാർ അങ്ങോട്ട് പോയി, ബലി ഇങ്ങോട്ട് പോയി, ബലി കടലിൽ കയറാൻ പോയി, കടലിക്കൊക്കെ ആയാലും ചാടാൻ പറ്റുക. അതിനൊക്കെ ഇനി എത്ര സമയം ഉണ്ട് വെച്ചിട്ടാ. ഇപ്പൊ നമ്മൾ പറയേണ്ടത് ഇതാണ്. ഈ ഖുൽ ഇന്നമാ അദ്ഉ നിങ്ങൾ ഒന്നാമത് ഓതിയ ആയത്ത്, ആ ആയത്ത് അടിസ്ഥാനത്തിൽ ഇബാദത്ത് എന്ന ആരാധന അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നാണ് സർവ്വ മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും പറയുന്നത് അതന്നെ, ഞങ്ങളും പറയുന്നത് അതന്നെയാണ് എന്നപ്പൊ പറഞ്ഞത്. ഇത് ഈ ആയത്ത് എങ്ങനെ ഞങ്ങൾക്ക് എതിരാവുക? അതാണ് നിങ്ങൾ പറയേണ്ടത്. അവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് പറയാൻ കഴിയുമെങ്കിൽ എതിരാകുമെങ്കിൽ എതിരാകുമെന്ന് പറയാം, എതിരാകൂലെങ്കിൽ അത് ഞാൻ വിട്ടു വേറെ വിഷയം പറയാണെന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഇത് അല്ലാതെ നമ്മൾ മടക്കരമ ചവിട്ടിയ മാതിരി പോകാൻ പറ്റൂല. കുറെ ഒരായത്ത് പെടുക, പിന്നെ അപ്പുറത്തൊരായത, അപ്പൊ അതിന് മക്കാമുശ്രീ അങ്ങോട്ട് പോവാ, ഇവര് പോയി കടലിൽ ചാടുക. ഇതൊന്നും നമ്മളോട് ഇങ്ങനെ നേരെയുള്ള ഡിബേറ്റ് ആകുമ്പോൾ നടക്കൂല. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചു. സംസാരമാകുമ്പോൾ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വിഷയം വലുതാകണ്ട. നമ്മൾ നല്ല ഒരു സ്നേഹ സൗഹാർദ്ദത്തിലുള്ള സംസാരമാകുമ്പോൾ അത് പറയരുത്. ഇപ്പൊ നമ്മൾ എത്തിയ പോയിന്റ് ഇതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാ? ആ മൈക്കത് കൊടുക്കും, മൂപ്പര് പറയട്ടെ.